ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രീ ജോബ് വേക്കൻസികൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രീ ജോബ് വേക്കൻസികളാണ് വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ജോബ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എടുത്ത് പറയുകയാണ്. ഫ്രീ ജോബ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 10-11 വർഷത്തെ UAE മാത്രം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. മറ്റ് GCCകളിലെല്ലാമായിട്ട് 10-14 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ജോബ് വേക്കൻസികളായിട്ട് വിസകൾക്കൊന്നും പൈസ കൊടുക്കാണ്ട് തന്നെ ജോബ് വിസയ്ക്കൊന്നും പൈസ കൊടുക്കാതെ നമുക്ക് കയറാൻ പറ്റുന്ന ജോബ് വിസകൾ. അതേപോലെ തന്നെ നമ്മളിവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് പോകണം, അങ്ങനെയുള്ള വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ UAEയിൽ വിസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് UAE മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂൾസ് കാര്യങ്ങൾ. പിന്നെ അവിടെ നമുക്ക് നല്ലവരായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ ഒക്കെയാണ് നമുക്ക് ഈ വേക്കൻസികൾ വരുന്നത്, ഈ ഫ്രീ ജോബിൻ്റെ വേക്കൻസികളും കാര്യങ്ങളും വരിക. മറ്റ് കൺസൾട്ടൻസി ത്രൂ പോകുന്നത് അവിടുത്തെ കൺസൾട്ടൻസികൾ നമ്മളെ അറിയിക്കുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളെ അറിയിക്കാറുള്ളത്. അപ്പം ഈ വരുന്ന ജോബ് വേക്കൻസികളിൽ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ബയോഡാറ്റ, അതേപോലെ CV കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞ് ചെറിയൊരു വോയിസ് മെസ്സേജും വേണം നിങ്ങൾക്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്പറിലേക്ക് നമ്മൾ ഒരുപാട് കോൾ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ചിലപ്പോൾ അവർ GMമാരോ MDമാരോ മറ്റ് തിരക്കുകളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. അത് നമ്മളവിടെ ഒരു വേക്കൻസി നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അവർ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫ്രീ ജോബ്സിൻ്റെ കാര്യത്തിന് പൈസ നിങ്ങൾ കൊടുക്കരുത്. അല്ലാതെ കൺസൾട്ടൻസി ത്രൂ വരുന്ന ജോബാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് എൻ്റെ നമ്പർ തന്നെയാണ്, എൻ്റെ UAE നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ കാര്യങ്ങൾ, അപ്പോൾ കൺസൾട്ടൻസിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാനത് പറയാറുണ്ട്. ആ ജോബിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടുന്ന് അവരുടെയും കൂടി സമ്മതം കിട്ടിയതിന് ശേഷമാണ് ഇവിടുന്ന് ആൾക്കാർ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റും. കാരണം അവിടുന്ന് ഏതൊക്കെ വേക്കൻസികളാണുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ വേക്കൻസികളിലേക്ക് മാത്രമാണ് നമ്മൾ ആളുകളെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് 2 കാറ്റഗറിയിലാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ജോബ് വേക്കൻസികൾ, ഫ്രീ ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഫ്രീ ജോബ്സ് ആണെങ്കിൽ കിട്ടാൻ നമുക്ക് ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം ഈ ഫ്രീ ജോബ് ആയതുകൊണ്ട് തന്നെ കൂടുതലും അവർ നോക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും. കാരണം ഇത്രയും ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ആ വേക്കൻസികൾ പെട്ടെന്ന് ഫില്ലാവും. ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ജോലിയൊന്നും കിട്ടാത്ത ആളുകളുണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. റൂമിൻ്റെ റെൻറ്റ് ഭയങ്കരമാണ്. UAEയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റൂം റെൻ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ ചിലവിനേക്കാൾ കൂടുതലാണ് നമുക്ക് റൂമിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. ഒരു ബെഡ് സ്പേസ് ആണ് നമുക്ക് കിട്ടുക. ആ ബെഡ് സ്പേസിന് തന്നെ 600-ഉം 700-ഉം ഒക്കെ ദിർഹംസാണ് നമുക്ക് മാസം ചിലവാകുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റൂമിൻ്റെ റെൻ്റൊക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡിന് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 300 ദിർഹംസിനൊക്കെ നമുക്ക് ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് ബെഡ് സ്പേസ് വരുമ്പോൾ ഒരു 600 ദിർഹംസിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ 900 ദിർഹംസ് നമുക്കൊരു മാസം ഏകദേശം 23,000 രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഫുഡിനും റൂമിനും കൂടി മാത്രം നമുക്ക് എക്സ്പെൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുള്ളത്. കാരണം അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല എക്സ്പീരിയൻസും അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണലിലുള്ള ജോലികൾ നോക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ CV കൂടി വെക്കുക. ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു ലോ എഡ്യൂക്കേഷൻ കാണിക്കുന്ന ഒരു CV കൂടി വെക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഓരോ ജോലിക്ക് കൂടി കൊടുക്കാൻ പാകത്തിന് മറ്റൊരു CV കൂടി നിങ്ങൾ തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ ആ ജോലിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. കാരണം ഒരു സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടൊരു ചിന്തയാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണെന്ന് വെക്കുക. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു മാനേജറും അവിടെ ഒരു 10-25 സ്റ്റാഫുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേക്കൻസി വരുമ്പോൾ മാനേജർക്ക് ആ ഒരു വേക്കൻസി വരുള്ളൂ. പക്ഷെ അവിടെ എംപ്ലോയീസ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർ 25 വേക്കൻസി നമുക്ക് വരുമ്പോഴാണ് അവിടെ ഒരു മാനേജർക്ക് വേക്കൻസി വരിക.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ജോലി അന്വേഷിച്ച് നമുക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഘടകമാണ്. ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് ആകുന്നത് വരെ നമ്മളൊരു കുറച്ചും കൂടി സാലറി കുറഞ്ഞൊരു ജോലിക്ക് കയറിയാലും മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോലിക്ക് കയറിയതിന് ശേഷം ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സ്വന്തം ജോലിയെക്കുറിച്ച് അന്വേഷിക്കാനും അപ്പോൾ നമുക്ക് അവിടുത്തെ കണക്ഷൻസും ആ രാജ്യത്തെ നിയമങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി സ്വമേധയെ നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് നമുക്ക് ജോലി അന്വേഷിക്കാം. അതുവരെയുള്ള വീട്ടിലേക്കുള്ള ചിലവ് കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ EMIകൾ, നമുക്ക് അല്ലെങ്കിൽ സേവിങ്സ് വേണ്ടവർക്ക് സേവിങ്സ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ജോബ് അറിയിക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് ഫ്രീ ജോബ്സ്, സെക്കൻഡ് കാണുന്നത് കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജോബ് അന്വേഷിക്കുന്നവരാരും വിഷമിക്കേണ്ട. നമുക്കുള്ള ജോബ് എന്തായാലും നമുക്ക് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കാത്ത ആർക്കും ഈ ലോകത്ത് ഒന്നും നേടാൻ പറ്റില്ല. ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കാതെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് നമുക്ക് ലോട്ടറി കിട്ടില്ലല്ലോ, ലോട്ടറി അടിക്കില്ല. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ജോബ് കിട്ടും. എന്നാൽ കഴിയുന്ന മാക്സിമം ഹെൽപ്പുകൾ ഞാൻ ചെയ്തു വരും ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ ബൈ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ കൊടുക്കുന്ന ഈ ജോബുകൾ നോക്കുക, അത് ഫ്രീ ജോബ്സ് എന്ന് കൊടുത്തിട്ടുള്ള ജോബ്സുകൾ മാത്രമാണ് ഫ്രീ ജോബ്സ്. മറ്റുള്ള ജോബ് കൺസൾട്ടൻസി ത്രൂ പോകുന്നത് ആ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി ശ്രദ്ധിച്ച് വീഡിയോ വാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ജോബിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഇതെനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ജോബുകളാണെന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു. അതായത് ഫ്രീ ജോബ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള നേരിട്ട് പരിചയമുള്ളതല്ല. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആരും കോൾ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. മെയിൽ ID കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ CV ഫോർവേഡ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മെയിൽ ID കൊടുത്തിട്ടുള്ളത് മെയിൽ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ CV ബയോഡാറ്റകൾ നിങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടത്. അതേപോലെ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബുകൾ ഞാൻ വീഡിയോ തീരുന്ന ലാസ്റ്റ് ഭാഗത്തിന് തൊട്ട് മുൻപായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ജോബുകൾക്ക് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എൻ്റെ നമ്പറാണ്. ഈ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബിന് വേണ്ടി മാത്രമേ നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫ്രീ ജോബ്സ് ആണെങ്കിൽ ഞാൻ ചാനൽ ത്രൂ ആണ് ഇടുന്നത്. അത് ഞാൻ നേരിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഫ്രീ ജോബ്സ് വരുന്നത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്വന്തം റിസ്കിൽ പോവുക. കൺസൾട്ടൻസി ത്രൂ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ജോബിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരവിടെ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. കൺസൾട്ടൻസി ത്രൂ പോകുന്നത് അതിൻ്റെ ചാർജസും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ച് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറി പോകാവുന്നതാണ്. അവരവിടെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ജോബ് സ്ഥലത്താക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരുന്നതുമാണ്. ഓക്കെ ബൈ.